ഇപ്പോൾ അള്ളാഹുവിനെ നമ്മളൊന്ന് വിമർശിച്ചു എന്ന് വിചാരിക്കാം. എന്താ വിശ്വാസികളെന്ന് പറയാം, എനിക്ക് കണ്ണ് തന്നില്ലേ, എനിക്ക് മൂക്ക് തന്നില്ലേ, എന്നിട്ട് നീ എന്നെ ചീത്ത പറയാണോ എന്ന് ചോദിക്കും. മതമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം മതം വിറ്റ് ജീവിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടായിരിക്കും, പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ആരിഫ് ബ്രോ, ഇപ്പോൾ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ മതത്തിൻ്റെ മതം നിർബന്ധമായിട്ട് കൂടെ ഉണ്ടാകണമെന്ന് എപ്പോഴെങ്കിലും ബ്രോയുടെ പോയിന്റ് അനുസരിച്ച് അല്ലാന്നാണ്. പക്ഷെ അത് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. വേണമെന്നും പറയുന്നവരും കാണും, വേണ്ടാന്ന് പറയുന്നവരും കാണും. ഞാനതിനെ കാണുന്ന വേറെ രീതിയിലാണ്. അതായത് നമുക്ക് ജീവിക്കാൻ പണിയെടുക്കണം. പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ഭക്ഷണം കണ്ടെത്തുന്നു, പാർപ്പിടം കണ്ടെത്തുന്നു, അങ്ങനെ അപ്പോൾ ആ തൊഴിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പല തൊഴിലുകളുണ്ട്. അതിലൊരു നല്ലൊരു മികച്ച തൊഴിൽ എന്ന് പറയുന്നതാണ് സ്വയം സംരംഭകനാവുക, ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്നൊക്കെ പറയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്വയം സംരംഭകനാണ്, പക്ഷേ അതൊരു സ്ക്രാപ്പ് ബിസിനസ് ആണെന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് മതമാണ്. ഈ മതം സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മതമില്ലെങ്കിൽ വലിയ പാടാണ്. അതിപ്പോൾ ആ പറഞ്ഞ കഥകൾ. ഇപ്പം മതം അതൊരു ഈ സാധാരണ ആൾക്കാർ പറയുന്നതനുസരിച്ചിട്ട് പോസിറ്റീവ് രീതിയിൽ ഉപജീവനമായി കൊണ്ടു കിടക്കുന്ന ആൾക്കാരുമുണ്ട്. ബ്രോ പറഞ്ഞ പോലെ സ്ക്രാപ്പായിട്ട് കൊണ്ടു കിടക്കുന്ന ആൾക്കാരുമുണ്ട്. കാറ് പുതിയത് വിൽക്കും, കാറ് പൊളിച്ചും വിൽക്കും. ഉപജീവനം തന്നെയാണല്ലോ എന്താവും ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യൻ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ സർവൈവ് ചെയ്തെന്നാ. അതെ, ഈ സർവൈവ് ചെയ്യാതെ പോയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജന്തുക്കളുണ്ട്. അതിൽ നിന്ന് സർവൈവ് ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ ആ സർവൈവൽ എങ്ങനെയാണ് സാധ്യമായത്? നമ്മൾ ഭക്ഷണം കഴിച്ച്, നമ്മൾ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്, അതുപോലെ ആ പല രീതിയിൽ നമ്മൾ മാറി നിന്ന് കുറച്ചും കൂടിയും അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടി. സർവൈവ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് വന്നു. അത് സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനമാണ് തൊഴിൽ. ഇപ്പം ആരിഫ് ബ്രോയുടെ കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ബ്രോയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ബ്രോ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഒരാളുടെ റൈറ്റാണ്, എന്ത് കണ്ടന്റ് ചെയ്യാം. അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ആരിഫ് ബ്രോയുടെ ഭാഗം മാത്രമാണ് ശരിയെന്നും എൻ്റെ ഭാഗം തെറ്റാണെന്നും ഒരിക്കലും കണ്ണുടച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക്കലി ആണെങ്കിലും ചില കാര്യങ്ങൾ ഡയറക്റ്റ്ലി അടിക്കുമ്പോൾ അത് ഒരു കൂട്ടം ആൾക്കാരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണെന്ന് തോന്നത്തില്ലേ? ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ശരി പറയുന്നു, നമ്മൾ തെറ്റ് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതല്ല നമ്മുടെ പരിപാടി. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഫാക്ട് ബേസ്ഡ് ആയിട്ട് അത് പറയേണ്ട രീതിയിൽ പറയുന്നു. അത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തേണ്ട, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി മെനക്കെടേണ്ട ഒരു റോളും കൂടി ഉണ്ട്. അവരാണ് തീരുമാനിക്കണം. നമ്മൾ ഈ കാണുന്ന ആളുകളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അവർ ബുദ്ധിയുള്ള ആളുകളാണ്. ഞാനും ഒരു കാലത്ത് പ്രേക്ഷകനായിരുന്നല്ലോ. ഇങ്ങനെ പല ആളുകളുടെയും കണ്ടും കേട്ടും അല്ലേ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്കിത് പറയാവുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയത് അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു കോമൺ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കണ്ണു അടച്ച് അതങ്ങ് വിഴുങ്ങാതെ അതെന്താണ് അങ്ങനെ, അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അയാൾക്ക് എവിടെ നിന്ന് ഈ വിവരം കിട്ടിയത്, ആ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഒരു കറക്കം നമ്മൾ കറങ്ങി കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് മനസ്സിലാവും ആ പറഞ്ഞതിൽ ശരിയുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെയാണ് പറയേണ്ടത്, ഇതേപോലെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതേപോലെ പറയരുത്. അത് നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഹിറ്റ്ലറെ പോലെ ആകരുത് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാസ് എന്നൊക്കെ പറയുന്നത് ഒരു ടൂളാണ്. എന്ന് വെച്ചാൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ ഇങ്ങനെയും പറയും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മതത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബഹുമാനം വേണം, ഞങ്ങളെ ലേശം ബഹുമാനിക്കൂ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ നമ്മൾ കൊടുത്ത മരുന്ന് അവിടെ എഫക്റ്റീവായി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതായത് മതങ്ങൾ ബഹുമാനം അർഹിക്കുന്നില്ല. മതങ്ങൾ ബഹുമാനിക്കും എന്ന് ആവശ്യപ്പെടുമ്പോൾ, ബഹുമാനിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ ലക്ഷ്യമൊക്കെ എന്താ സത്യത്തിൽ? ഞങ്ങളെ പേടിക്കണം എന്നാണ്. ബഹുമാനം സമം പേടി, ഭയമാണ്. അപ്പോൾ ഇപ്പം ഭയമില്ല. അപ്പം ഒന്ന് ബഹുമാനിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് ഇച്ചിരി ബഹുമാനിച്ചേക്കാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവരുദ്ദേശിക്കുന്നത് ബഹുമാനം ഇതല്ല. അത് ഞങ്ങളെ പേടിക്കണം, ഞങ്ങൾ പറയണത് കേട്ടും കണ്ടുമൊക്കെ നിന്നോളണം, ഞങ്ങളെ ചോദ്യം ചെയ്യരുത്, ഇതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത്
ബഹുമാനം അർഹിക്കുന്നില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവോ കുറച്ചുകൂടി സർക്കാസമൊക്കെ ചേർത്ത് പറയുമ്പോഴാണ്. ഈ പൊതുവേ നമ്മൾ ഈ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പൊതുവെ ഒരു കോമൺ ആളുകൾ പറയും. ഇതിനൊപ്പം തന്നെ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഇവർക്ക് ആരുമില്ല സംസാരിക്കാൻ. ഇവരുടെ ഇമോഷൻസ്, ഇവരുടെ ഡിപ്രഷൻ, ഇവരുടെ ഒറ്റപ്പെടൽ, ഇതെല്ലാം ഇവർ ഡംപ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് അമ്പലങ്ങളോ പള്ളികളൊക്കെ പോയിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മതം അങ്ങനെ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. അത് സൗജന്യമായിട്ട് അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് വേണ്ടി കണ്ടുകൂടെ? ഇത് പൊതുവേ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഈ മതങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒരു ചോദ്യമാണിത്, ഈ ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട്. ഞാൻ പറയാ, ഈ രീതിയിൽ അവരെ ചിന്ത കൊണ്ടുപോയി തളച്ചിട്ടിരിക്കുന്നതാണ് ഈ മതങ്ങൾ വിജയം എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഇവിടെ വരണം. ഓക്കെ, ഒന്ന് അത്. രണ്ട്, ഇതൊരു സോഫ്റ്റ് ബിഗോട്ടറി എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് കഴിവുകളില്ല, നിങ്ങൾ കുറച്ച് കുറഞ്ഞ ആളുകൾ, യു ആർ ഇൻഫീരിയർ, ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങൾ പൂർണ്ണരാവുകയുള്ളൂ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ആവശ്യം എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഒരു സംരക്ഷണം വേണം, ഒരു സംരക്ഷകൻ ചമയുക. അതുപോലെ ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി, ഇങ്ങനെയുള്ള ചില ടോക്സിക് ആയിട്ടുള്ള ചില ട്രേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം മതം പഠിപ്പിക്കുക. ഈ നാർസിസിസം എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാര്യം മതത്തിലൊരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ അള്ളാഹുവിനെ നമ്മളൊന്ന് വിമർശിച്ചു എന്ന് വിചാരിക്കുക. എന്താ വിശ്വാസികളെന്ന് പറയാം? നിനക്ക് കണ്ണ് തന്നില്ലേ, നിനക്ക് മൂക്ക് തന്നില്ലേ, നിനക്ക് ശബ്ദം തന്നില്ലേ, എയർ തന്നില്ലേ ശ്വസിക്കാൻ, എന്നിട്ട് നീ എന്നെ ചീത്ത പറയുകയാണോ എന്ന് ചോദിക്കും. ഇത് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന സാധനമാണ്. നമ്മളൊരാൾക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തതിൻ്റെ പേരിൽ അത് ആവർത്തിച്ചുകൊണ്ട് അവനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇത് ശരിയാണോ അല്ലേ? നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ പറയും, നീ എന്ത് എച്ചിയാണടാ എന്നൊക്കെ ചോദിച്ചാളേ. ഒരു 10 രൂപയുടെ സഹായം ചെയ്തതിനാണോ നീ എന്നെ ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കും. മനുഷ്യർ തമ്മിൽ ചോദിക്കും. ഇതേ കാര്യം തന്നെയല്ലേ ദൈവം ചെയ്യുന്നത്. നിനക്ക് കണ്ണ് തന്നില്ലേ, മൂക്ക് തന്നില്ലേ, നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആളുടെ ബാധ്യതയാണ് എന്ന് സമ്മതിക്കണം. അപ്പോൾ പിന്നെ അത് വെച്ചൊരു കണക്ക് പറയാൻ നിൽക്കരുത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലേക്ക് അടക്കം നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെയുള്ള പല വിഷയങ്ങൾ പറയുന്ന സമയത്ത്, ഈ മാരിറ്റൽ ഡിസ്കോർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനകത്തെല്ലാം നടക്കുന്ന കാര്യമാണിത്. ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എസൻസിൻ്റെ പരിപാടികൾ നടക്കാറുണ്ട്, ഇങ്ങനെ സെമിനാർസും കാര്യങ്ങളൊക്കെ. അവിടെ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരാൾ പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് അദ്ദേഹം. അവർ എന്താണ് അവിടെ പറയുന്നത്, എന്തൊക്കെയാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ, എന്താണ് നമുക്കറിയാത്ത കാര്യങ്ങൾ ഇവർക്ക് അറിയാവുന്നത് എന്നറിയാൻ വേണ്ടി ഈ നിങ്ങളുടെ സെമിനാർസിൽ പങ്കെടുത്ത ഫ്രണ്ടുണ്ട്. അപ്പം ശരിക്കും എന്താണ് എസൻസ്, അല്ലെങ്കിൽ ഇപ്പം ലിറ്റ്മസ് ഒരു പരിപാടി നടക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക് എസൻസ് എന്ന് പറയുന്നത് ഒരു ഒരു സ്വതന്ത്ര ചിന്ത കൂട്ടായ്മ, അവരുടെ ഒരു ബഹുജന കൂട്ടായ്മ എന്ന് പറയാം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള സംഗതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ ഔദ്യോഗിക ഭാഗമല്ല, പക്ഷേ അതിൽ കാലങ്ങളായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സഹയാത്രികൻ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു. ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എവിഡൻസിന് നമ്മൾ കൂട്ടുപിടിക്കുന്നു. ഏത് വിഷയത്തിൽ, മതമായിക്കോട്ടെ, വൈദ്യശാസ്ത്രമായിക്കോട്ടെ, മറ്റേത് സംഗതി നിങ്ങളെടുത്ത്, രാഷ്ട്രീയമായിക്കോട്ടെ, അതിൽ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത് ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്ന ഒരു ടാഗ്ലൈൻ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കാറുള്ളത്. അത് എനിക്ക് വലിയ ഒരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഞാൻ ഈ ഹോമിയോ ഡോക്ടറും കൂടി ആയിരുന്നു. അപ്പോൾ ഈ അനുഭവസാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. അനുഭവസാക്ഷ്യം പറഞ്ഞ് വൈറസേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഹോമിയോ ഡോക്ടർമാർ കോവിഡ് വന്നിട്ടാണ് മരിച്ചത്. അങ്ങനെ ഉണ്ടായത്. മരണത്തിൽ നമ്മൾ സന്തോഷിക്കാനൊന്നും പാടില്ല. പക്ഷേ ആ കോവിഡ് നടക്കുമ്പോൾ പോലും വാക്സിൻ എടുക്കരുത്, ഹോമിയോ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ് ഇവർ. അവസാനം അവർ കോവിഡ് വന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ പറഞ്ഞ് ആളുകൾക്ക് ഹോമിയോ മരുന്ന് വിറ്റ് നടന്നിരുന്ന ആളുകൾ അവസാനം അവർക്ക് കോവിഡ് വന്നപ്പോൾ നാട്ടുകാരെ ഫേസ് ചെയ്യുന്നത് മടിച്ചിട്ട് നാട് വിട്ടുപോയി ഏതോ ഹോസ്പിറ്റലിൽ തമിഴ്നാട്ടിൽ പോയി കിടന്ന് മരിച്ച് അജ്ഞാത ജഡമെന്ന് പറഞ്ഞ് പത്രത്തിൽ വരുമ്പോൾ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞ് പരസ്യം കൊടുത്തിരിക്കുന്ന ആളുകൾ തിരിച്ചറിയാണ്. അങ്ങനെ അവർ കൂട്ടിമുട്ടുകയാണ്. അച്ഛനെ കാണാനില്ല, 2 മാസമായിട്ട് അവർ നടക്കുകയാണ്. അവർ പിന്നീട് അറിയുന്ന തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് അജ്ഞാത ജഡം. നോക്കിയപ്പോൾ ഇതാളാണ്. എന്താ സംഭവം? കോവിഡ് വന്നതാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ ആശുപത്രിയിൽ പോയി കിടന്ന ഹോമിയോ ഡോക്ടറാണ് അത്രയും നാളും പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും?
നാടുവിടുക. അപ്പം ഈ സാധനമാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാടുവിടേണ്ടി വരുമായിരുന്നു പല ദൈവങ്ങൾക്കും. ദൈവം ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഗുണ്ടകൾ നാടുവിടേണ്ടി വരുന്നത്. ഓക്കെ, എനിക്ക് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്തൊരു പ്രോഗ്രാം തന്നെ വരുന്നുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് യെസ്, അത് ഇപ്പോൾ ലിറ്റ്മസ് 24 എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. കോഴിക്കോട് വെച്ചിട്ടാണ് സ്വപ്ന നഗരിയിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു നമ്മളുടെ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന എനിക്ക് തോന്നുന്നു 2016 മുതൽ അവർ ഉണ്ട്. അപ്പോൾ അതിൽ 2019 മുതൽ ഇതേപോലെ പ്രോഗ്രാംസ് അവർ നടത്തുന്നു. അപ്പോൾ അതിൽ ഇത്തവണത്തെയാണ് ഈ കോഴിക്കോട് വെച്ച് നടത്തുന്നത്. 10,000 പേര് മിനിമം. ഇതാണ് നമ്മളുടെ ഒരു, അതിന് മുകളിലേക്ക് എത്രയെന്നുള്ളതാണ് നമ്മളുടെ ഒരു അന്വേഷണം. അത് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഓൺ സിംഗിൾ ഡേ. ഇതാണ് അതിൻ്റെ ഒരു ടാഗ്. പാസും കാര്യങ്ങളൊന്നുമില്ല. പാസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ്റെ ഓക്കെ. അത് 300 ആണ് രജിസ്ട്രേഷൻ. വിത്ത് ഫുഡ് ബിരിയാണിയാണ്. അതുണ്ടെങ്കിൽ അഡീഷണൽ അതിൻ്റെ പൈസ കൂടി പേ. മറ്റേ ഏവർക്കും സ്വാഗതമാണോ അതോ അല്ല, വിത്ത് രജിസ്ട്രേഷൻ. അതല്ല, ഇപ്പൊ ഏവർക്കും സ്വാഗതമാണോ അതോ ആർക്കും വരാം, ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം. ടിക്കറ്റ് എടുക്കണം. വിദ്യാർത്ഥികൾക്ക് പക്ഷേ അവിടെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതായത് ഈ പല ആളുകൾക്കും വരാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ 5-10 ടിക്കറ്റ്സൊക്കെ ഇതേപോലെ നേരത്തെ കൂടി ബുക്ക് ചെയ്ത് വെക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അവർക്ക് ഇത് പാടാണല്ലോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ടൊക്കെ ആയിരിക്കും പല ആളുകൾ വരുന്നത്. അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് കയറാൻ വേണ്ടി ഈ ടിക്കറ്റ്സാണ് ഉപയോഗിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആര് വേണമെങ്കിലും, കാരണം ഇതിൽ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ കവള ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ട്, അങ്ങനെ പല ഫിസിക്സിലെ വിഷയങ്ങൾ. പിന്നെ അതുകൂടാതെ ഈ പൊളിറ്റിക്സ് വരുന്നുണ്ട്, മതം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു ചർച്ച ഇന്ത്യൻ മതേതരത്വം അപകടത്തിലാണോ എന്നുള്ളൊരു, അപ്പോൾ ആ ചർച്ചയിൽ രാഷ്ട്രീയ ചർച്ചയാണ്. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സന്ദീപ് വരുന്നുണ്ട്, സന്ദീപ് വാര്യർ BJPയുടെ. പിന്നെ അതുകൂടാതെ നമ്മളുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഫൈസി, അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർത്തിരുന്നിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ വേറെയും ഒരുപാട് പരിപാടികൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മതം, രാഷ്ട്രീയം, മറ്റ് ശാസ്ത്രം, അങ്ങനെ എല്ലാ മേഖലയിലുള്ള. അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും അതിനകത്ത് വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പരിണാമ സിദ്ധാന്തമൊക്കെ കുറിച്ചിട്ടൊരു ചർച്ച തന്നെ അതിനകത്ത് വരുന്നുണ്ട്. എത്ര ദിവസത്തെ പ്രോഗ്രാമാണ്? ഒറ്റ ദിവസം, വൺ ഡേ ആണ്. പക്ഷേ അതിൻ്റെ പ്രചരണം ഒരു നീണ്ടു നിൽക്കുന്ന പ്രചരണമാണ്. യെസ്, രാവിലെ മുതൽ വൈകിട്ട് വരെ. അതെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. അതെ, താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. ദൈവവിശ്വാസം എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അത് ആരോട് ചോദിച്ചാലും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നമ്മൾക്ക് ഈ പറയുന്ന നമ്മുടെ വീടിന് പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മുടെ നമുക്കെന്തോ നെഗറ്റീവ് പ്രശ്നങ്ങൾ, ഇപ്പം നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിലൊരു ഫൈറ്റാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ദൈവം എന്ന് പറയുന്ന വേർഡ് വളരെ കുറവ് ഉപയോഗിക്കുന്നത്, പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവായ കാര്യങ്ങൾ ഓക്കെ, അതിനെ പറ്റിയാണ് 90% കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, ഈ ദൈവം അല്ലെങ്കിൽ മതങ്ങൾ ഒരു മനുഷ്യന് കൊടുക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം എന്താ ശരി? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.